എല്ലാവർക്കും നമസ്കാരം. ട്യൂഷൻ PSCയുടെ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ PSC പരീക്ഷയ്ക്ക് നിരന്തരമായി ചോദിക്കുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന HSIയുടെ സിലബസ് നോക്കുന്ന സമയത്ത് അതിൽ ആദ്യം തന്നെ പറയുന്നത് കേരള നവോത്ഥാനമാണ്. കേരള നവോത്ഥാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് വൃത്തിയായിട്ട് പഠിക്കാം. ഈ ക്ലാസ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. ഗുരുദേവൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവാണ്. നാണുവാശാൻ എന്നറിയപ്പെടുന്ന ഒക്കെ ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. അപ്പോ അങ്ങനെയുള്ള ഗുരുദേവൻ ജനിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാല് ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20-നാണ് ജനിച്ചത്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20-നാണ്. ഈ ഓഗസ്റ്റ് 20-ആണ് നമ്മൾ ശ്രീനാരായണ ഗുരു ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. അന്ന് നമുക്കൊക്കെ ഹോളിഡേ ആണ് അല്ലെ, ലീവ് ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം അതാണ്, ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം എവിടെയാന്ന് ചോദിച്ചാല് ചെമ്പഴന്തിയാണ്. ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. ജനിച്ച വീട്ടുപേരെന്താന്ന് ചോദിച്ചാല് വയൽവാരം വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടെന്നാല് 1856 ഓഗസ്റ്റ് 20-ന് ചെമ്പഴന്തി വയൽവാരം വീട്ടിലെ ശ്രീനാരായണ ഗുരു ജനിച്ചു. അപ്പൊ ആ പോയിന്റ് ഒക്കെ അതിലായി. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ശ്രീനാരായണ ഗുരുവിന്റെ പിതാവിന്റെ പേര്. അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചാൽ കൊച്ചുവിള മാടനാശാൻ അല്ലെങ്കിൽ മാടനാശാൻ മാത്രം തന്നാലും ശരിയാണ്, കൊച്ചുവിള മാടനാശാൻ. മാതാവിന്റെ പേരെന്താന്ന് ചോദിച്ചാലോ, അച്ഛന്റെ പേര് നമ്മൾ പറഞ്ഞു, മാതാവിന്റെ പേര്, അമ്മയുടെ പേര് ചോദിച്ചാലോ വയൽവാരത്തെ കുട്ടിയമ്മ. ശ്രീനാരായണ ഗുരുവിന്റെ സഹോദരിമാർ ആരൊക്കെയാന്ന് ചോദിച്ചാല് 3 സഹോദരിമാരുള്ളത്. ഒന്ന് കൊച്ചു, ഒന്ന് കൊച്ചുമാത, ഒന്ന് കൊച്ചുദേവി. 3 സഹോദരിമാരുണ്ട്. ഒന്ന് കൊച്ചു, രണ്ടാമത്തത് കൊച്ചുമാത, മൂന്നാമത്തത് കൊച്ചുദേവി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ അമ്മ വീട് അല്ല മാതൃഗൃഹത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാല് ഇലഞ്ഞിക്കൽ വീടാണ് ശ്രീനാരായണ ഗുരുവിന്റെ മാതാവിന്റെ വീട്ടുപേര്, മാതൃഗൃഹത്തിന്റെ പേര്. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ നാമം എന്താ ചോദിച്ചാല് നമുക്ക് പറയാൻ പറ്റും നാരായണൻ എന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ പേര്. സാധാരണ നാരായണൻ നമ്മൾ എന്ത് വിളിക്കും? നാണു എന്ന് വിളിക്കും. നാണു ആണ് വിളിപ്പേര്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലല്ലോ. ഇതാണ് ശ്രീനാരായണ ഗുരുവായിട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ബാല്യകാല നാമം എന്താന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് വിളിപ്പേര് എന്താണ്? നാണു. അത് തന്നെയാണ് ബാല്യകാല നാമം. നാണു എന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ ബാല്യകാല നാമം. ഇനി ശ്രീനാരായണ ഗുരു വിവാഹിതനാവുന്നുണ്ട്. 1882-ലാണ് വിവാഹം കഴിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ഭാര്യയുടെ പേര് കാളി. ശ്രീനാരായണ ഗുരുവിന്റെ വിവാഹം കഴിയുന്നത് 1882-ആണ്. ഈ വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം 1882-മായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് കടക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ഗുരു ആരാന്ന് ചോദിച്ചാല് ഗുരു കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ. ആദ്യകാല ഗുരുവാണ് കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ. അതൊന്ന് ഓർത്തിരിക്കാം. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം എപ്പോഴാന്ന് ചോദിച്ചാല് 1872 മുതൽ 1877 വരെയാണ് വിദ്യാഭ്യാസ കാലഘട്ടം. അതൊന്ന് ഓർത്തിരിക്കുക. വിദ്യാഭ്യാസ കാലഘട്ടം 1872 മുതൽ 1877 വരെ. ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ഗുരു കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ. ഒരു ഗുരു മാത്രമല്ല, ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. മറ്റു ഗുരുക്കന്മാരല്ല ആരാന്ന് ചോദിച്ചാല് ഒന്ന് രാമൻപിള്ള ആശാൻ, 2 തൈക്കാടയ്യൊക്കെ നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരാളാണ്. സൂപ്രണ്ട് അയ്യ എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്ന തൈക്കാടയ്യ ആണ്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ തൈക്കാടയ്യ എന്നുള്ള പേരും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. പിന്നെയുള്ളതാണ് കൃഷ്ണൻ വൈദ്യർ. രാമൻപിള്ള ആശാൻ, തൈക്കാടയ്യ, കൃഷ്ണൻ വൈദ്യർ, ഇവരൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു ഗുരുക്കന്മാർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തൈക്കാടയ്യ
തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ ആണ് ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാല് തൈക്കാട് അയ്യ. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ്. ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യ സ്വാമികൾക്ക് പരിചയപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാല് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിനെ കൊണ്ടുപോയിട്ട് തൈക്കാട് അയ്യക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. തൈക്കാട് അയ്യാണ് ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത്. ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഓർമ്മിക്കാനുള്ള ഒരു കാര്യമാണ്, ഗുരു തപസ്സനുഷ്ഠിച്ച, ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിക്കുന്നുണ്ട്. ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വ മലയിലെ ഗുഹ. ഗുരു ഏത് മലയിലാ തപസ്സനുഷ്ഠിച്ചെന്ന് ചോദിച്ചാൽ മരുത്വ മലയിലാണ് ഗുരു തപസ്സനുഷ്ഠിച്ചത്. മരുത്വ മലയിലെ ഒരു ഗുഹയിലാണ് തപസ്സനുഷ്ഠിച്ചത്. ആ ഗുഹയുടെ പേരെന്താന്ന് ചോദിച്ചാല്, ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വ മലയിലെ ഗുഹയുടെ പേര് പിള്ളത്തടം ഗുഹ. ഓക്കെ, ഇനി മരുത്വ മല സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാല് കന്യാകുമാരി, തമിഴ്നാട് സംസ്ഥാനത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് മരുത്വ മല സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി അടുത്തൊരു പോയിന്റ് ആണ്, 1887 നെയ്യാറിന്റെ തീരത്ത് അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചു. ഗുരു അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് നെയ്യാറിന്റെ തീരത്താണ്. അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം ചോദിച്ചാൽ 1887. ഈ കാര്യം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി ഗുരു ആ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഉദ്ഘോഷിച്ചൊരു കാര്യമാണ്, ഓരോ ക്ഷേത്രങ്ങളോടൊപ്പവും പള്ളിക്കൂടം വേണമെന്ന് ഉദ്ഘോഷിച്ചത് ആരാന്ന് ചോദിച്ചാല് ഓരോ ക്ഷേത്രങ്ങളോടൊപ്പവും പള്ളിക്കൂടവും വേണമെന്ന് ഉദ്ഘോഷിച്ച നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാല് ശ്രീനാരായണ ഗുരുവാണ് ഓരോ ക്ഷേത്രങ്ങളുടെ കൂടെയും ഒരു പള്ളിക്കൂടം, ഒരു സ്കൂൾ വേണമെന്ന് ഉദ്ഘോഷിച്ചത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ്, അയിത്ത ജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ ആരംഭിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് അയിത്ത ജാതിക്കാർക്ക് വേണ്ടിയിട്ട് ശിവഗിരിയിൽ, എവിടെയാണ് ശിവഗിരിയിൽ അയിത്ത ജാതിക്കാർക്ക് വേണ്ടിയിട്ട് രാത്രികാല സ്കൂൾ ആരംഭിച്ച നവോത്ഥാന നായകൻ. രാത്രികാല സ്കൂൾ ആരംഭിച്ച ശ്രീനാരായണ ഗുരുവാണ്. ആർക്ക് വേണ്ടിയാണ് ആരംഭിച്ചത്? അയിത്ത ജാതിക്കാർക്ക് വേണ്ടിയിട്ട്. എവിടെയാണ് ആരംഭിച്ചത്? ശ്രീനാരായണ ഗുരു ശിവഗിരിയിലാണ് അയിത്ത ജാതിക്കാർക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത്. എളുപ്പമല്ലേ? ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്ത ഒരു പോയിന്റ് നോക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റ് ആണ്, അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായി നിലകൊണ്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അന്ധവിശ്വാസങ്ങള്, ജാതി വിവേചനങ്ങള് എന്നിവയുടെ ഉച്ചാടനത്തിനായി, അത് ഇല്ലാതാക്കാൻ വേണ്ടി, അന്ധവിശ്വാസവും ജാതി വിവേചനവും ഇല്ലാതാക്കാൻ വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ്, 1888 ഫെബ്രുവരി മാസത്തെ ശിവരാത്രി ദിനത്തില് 1888 ഫെബ്രുവരി മാസത്തിലെ ശിവരാത്രി ദിനത്തിലാണ് അരുവിപ്പുറം ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. വർഷം ചോദിച്ചാൽ 1888. കൃത്യമായിട്ട് പറഞ്ഞാൽ 1888 ഫെബ്രുവരി മാസത്തിലെ ശിവരാത്രി ദിനത്തിലാണ് ശിവപ്രതിഷ്ഠ നടത്തിയത്. എവിടെ? അരുവിപ്പുറത്ത്. ഓക്കെ, 1888 ശിവപ്രതിഷ്ഠ അരുവിപ്പുറം. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന കയത്തിൽ നിന്ന് ഗുരു സ്വയം മുങ്ങിയെടുത്ത ഒരു കല്ലാണ് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചത്. അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നമ്മൾ പറഞ്ഞു 1888 പറഞ്ഞു. ഗുരു ആ പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ച കല്ല് ശങ്കരൻകുഴി എന്ന കുഴിയിൽ നിന്ന് സ്വയം മുങ്ങിയെടുത്ത ഒരു കല്ലാണ് ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചത്. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. ആ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്,
ഞാൻ ബ്രാഹ്മണ ശിവനെയല്ല ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ഞാൻ ബ്രാഹ്മണ ശിവനെയല്ല ഈഴവ ശിവനെയാണ് എന്ന് പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാല് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അത് എപ്പോഴാണ് പറഞ്ഞു ചോദിച്ചാല് അരുവിപ്പുറം ശിവപ്രതിഷ്ഠക്ക് സമയത്ത്. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവിന്റെ മറ്റൊരു പ്രതിഷ്ഠയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടന്ന വർഷം ചോദിച്ചാല് അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് ശേഷം 1889 അരുവിപ്പുറത്ത് ശിവനല്ലേ പ്രതിഷ്ഠിച്ചത്, ശിവനെ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ ശേഷം സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചു. സുബ്രഹ്മണ്യൻ. ഓക്കെ, 1889 ഈ വർഷം ഒന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്ത സുബ്രഹ്മണ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്നെ കാര്യം, ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച സുബ്രഹ്മണ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം. വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് അതിപ്പോ അറിയപ്പെടുന്നത്. വേലായുധം നട എന്നറിയപ്പെടുന്നതും ഇതേ ക്ഷേത്രം തന്നെയാണ്. ആര്? ശ്രീനാരായണ ഗുരു 1889 സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമില്ലേ, ആ ക്ഷേത്രമാണ് വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം. വേലായുധൻ നട എന്നറിയപ്പെടുന്നതും ഇതേ ക്ഷേത്രം തന്നെയാണ്. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് മംഗലാപുരത്തെ ബില്ലവർക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാല് കുദ്രോളി ശ്രീ ഗോകർണ ക്ഷേത്രം കുദ്രോളി ഗോകർണ ക്ഷേത്രം. ഓക്കെ, മംഗലാപുരത്തെ ബില്ലവർക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് കുദ്രോളി ശ്രീ ഗോകർണ ക്ഷേത്രം. ഓക്കെ, ആ പോയിന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം എപ്പോഴാന്ന് ചോദിച്ചാല് 1908. 1908 തലശ്ശേരിയില് ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത്. ഓക്കെ, ശ്രീനാരായണ ഗുരു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത് എപ്പോഴാന്ന് ചോദിച്ചാല് 1908. ഓക്കെ, ഇനി അഷ്ടഭുജ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഏതാ? ശ്രീനാരായണ ഗുരു അഷ്ടഭുജ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാല് ശിവഗിരി ശാരദാ മഠം. ശിവഗിരിയിലെ ശാരദാ മഠം. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ശിവഗിരിയിൽ ശാരദാ മഠം പണി കഴിപ്പിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാല് 1909. തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം പണി കഴിപ്പിച്ചതിന് ശേഷം ശ്രീനാരായണ ഗുരു ശിവഗിരിയിലെ ശാരദാ മഠം പണി കഴിപ്പിച്ചു. ആ വർഷം 1909 ഇവിടെ പ്രതിഷ്ഠ നടത്തിയതോ ഇതിനുശേഷം 3 വർഷം കഴിഞ്ഞ ശേഷം 1912 പ്രതിഷ്ഠ നടത്തി. ഓക്കെ, ഈ പോയിന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഈ വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അഷ്ടഭുജ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ശിവഗിരി ശാരദാ മഠം ആണ് നമ്മൾ പറഞ്ഞത്. ശിവഗിരി ശാരദാ മഠം, അഷ്ടഭുജ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ശിവഗിരി ശാരദാ മഠം. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ശിവഗിരി ശാരദാ സ്ഥാപന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാല് ഡോക്ടർ പൽപു ആണ്. ഡോക്ടർ പൽപു ശിവഗിരി ശാരദാ പ്രതിഷ്ഠ സ്ഥാപക കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപു ആണ്. സെക്രട്ടറി കുമാരനാശാനാണ് ശിവഗിരി ശാരദാ പ്രതിഷ്ഠ സ്ഥാപന കമ്മിറ്റിയുടെ സെക്രട്ടറി. അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപുവിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടേ. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് മലയാള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാല് ഗൗരീശ്വര ക്ഷേത്രം ചേറായിലെ ഗൗരീശ്വര ക്ഷേത്രമാണ് മലയാള പഴനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് ആണ് ആനി ബസന്റ് തറക്കല്ലിടുകയും ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തുകയും ചെയ്ത ക്ഷേത്രം ഏത്? ആനി ബസന്റ് തറക്കല്ലിട്ടു, ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാല് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ആനി ബസന്റ് തറക്കല്ലിട്ടു, ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തുകയും ചെയ്ത ക്ഷേത്രം ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കാൻ. ആനി ബസന്റ് ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യ സമര സമയത്തൊക്കെ കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ആനി ബസന്റുമായി ബന്ധപ്പെട്ടിട്ട്. ആനി ബസന്റ് ആണ് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തിരിക്കാനുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം.
ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ശ്രദ്ധിക്കുക, ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ബോധാനന്ദ സ്വാമികൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രം, അല്ലെങ്കിൽ ബോധാനന്ദ സ്വാമികൾ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാല് പർളിക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എവിടെയാന്ന് ചോദിച്ചാല് വിളക്കമ്പലം ക്ഷേത്രം അത് കാരമുക്കിലാണ്. കാരമുക്ക് തൃശ്ശൂരാണ്. കാരമുക്കിലെ വിളക്കമ്പലം ക്ഷേത്രത്തിലാണ് ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത്. കാരമുക്ക് വിളക്കമ്പലം ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് പോയിന്റിലേക്ക് കടക്കുന്ന സമയത്ത് ഗുരു ഓം എന്ന് എഴുതിയ പഞ്ചലോക ഫലകം പ്രതിഷ്ഠിച്ചത് എവിടെയെന്ന് ചോദിച്ചാല് മുരിക്കുംപുഴയിലാണ് ഗുരു ഓം എന്ന് എഴുതിയ പഞ്ചലോക പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം. ഓക്കെ, മുരിക്കുംപുഴ. ഓക്കെ, മറന്നു പോകരുതേ. ഇനി അടുത്ത ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുന്ന ചെറിയൊരു പോയിന്റ് ആണ്, പഞ്ചലോക ഫലകത്തിൽ നമ്മൾ പറഞ്ഞു ഓം എന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഓം എന്ന് എഴുതിയതിന് താഴെ എന്തൊക്കെ എഴുതിയിട്ടുള്ളത്? സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. പല സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നാൽ തെറ്റിപ്പോവരുത്, ഇത് ഓർത്തിരിക്കുക. ഈ പോയിന്റ് കൂടി ഇതിന്റെ കൂടി ഓർത്തിരിക്കുക. ഗുരു ഓം എന്ന് എഴുതിയ പഞ്ചലോക ഫലകം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മുരിക്കുംപുഴ ക്ഷേത്രത്തിലാണ്, അല്ലെങ്കിൽ ഓം എന്ന് എഴുതിയ പഞ്ചലോക ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം മുരിക്കുംപുഴ ക്ഷേത്രമാണ്. ആ പഞ്ചലോക ഫലകത്തിൽ ഓം എന്ന് എഴുതിയതിന്റെ താഴെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൂടി ആലേഖനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് ആണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിതമായത് തലശ്ശേരിയിലാണ്. 1927 ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ സ്ഥാപിതമാകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ പ്രതിമ സ്ഥാപിതമാകുന്ന ആദ്യ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം. അടുത്തൊരു പോയിന്റ് ആണ്, ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് കാർഷിക വ്യാവസായിക പ്രദർശനം സംഘടിപ്പിച്ച വർഷം. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തില് കൊല്ലത്ത് കാർഷിക വ്യാവസായിക പ്രദർശനം സംഘടിപ്പിച്ചു. അത് സംഘടിപ്പിച്ച വർഷം ചോദിച്ചാല് 1905. 1905 ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തില് കൊല്ലത്ത് കാർഷിക വ്യാവസായിക പ്രദർശനം സംഘടിപ്പിച്ചത്. ഓക്കെ, ഇനി അത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാല് ശ്രീനാരായണ ഗുരു. 1904 ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെ ഒഴിവാക്കി കൊടുത്തത്. അതായത് ശ്രീനാരായണ ഗുരുവിന് കോടതിയിൽ നേരിട്ട് ഹാജരാവണ്ട, അങ്ങനെ കോടതിയിൽ നേരിട്ട് എന്തെങ്കിലും കാര്യം വന്നാൽ കോടതിയിൽ നേരിട്ട് ഹാജരാവണ്ട, അങ്ങനെ ഒരു ഇളവ് കൊടുത്തത് തിരുവിതാംകൂർ രാജാക്കന്മാരാണ്. അങ്ങനെ ഒരു രാജാക്കന്മാർ ഇളവ് കൊടുത്ത വർഷം 1904. അതായത് കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. ഓക്കെ, വർഷം 1904. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് പുലയ വിദ്യാർത്ഥികളെ മാത്രം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി ശ്രീനാരായണ ഗുരു മിശ്ര ഭോജനം, വളരെ ഇമ്പോർട്ടന്റ്. പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി ശ്രീനാരായണ ഗുരു മിശ്ര ഭോജനം നടത്തിയ വർഷം ചോദിച്ചാൽ 1915. വെരി ഇമ്പോർട്ടന്റ്. 1915 പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് മിശ്ര ഭോജനം നടത്തി ആര്? ശ്രീനാരായണ ഗുരു. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1915 വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്, ശ്രീനാരായണ ഗുരു പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം, ഇതൊക്കെ കേരളത്തിൽ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഒരു ദുരാചാരങ്ങളാണ്. പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് എന്നീ ദുരാചാരങ്ങളെ എതിർത്ത
സമ്മേളനം ഏതാന്ന് ചോദിച്ചാല് ശ്രീനാരായണ ഗുരു പുളികുടി തിരണ്ടു കല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ എതിർത്ത സമ്മേളനം ഏതാന്ന് ചോദിച്ചാല് പറവൂർ സമ്മേളനം. പറവൂർ സമ്മേളനത്തിലാണ് ശ്രീനാരായണ ഗുരു പുളികുടി തിരണ്ടു കല്യാണം താലികെട്ട് കല്യാണം എന്നീ ദുരാചാരങ്ങളെ എതിർത്തത്. ഇനി അതേപോലെ തന്നെ വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചു. വളരെ ഇമ്പോർട്ടന്റ്. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ ഗുരു നിർദ്ദേശിച്ചു. പണ്ട് കാലത്തൊക്കെ ഗുരുവിനൊക്കെ വിവരം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നു? വ്യവസായശാലകൾ സ്ഥാപിച്ച് ജോലി ചെയ്താലേ പൈസ ഉണ്ടാകും എന്നൊക്കെ ഗുരുവിന് വിവരം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് അങ്ങനത്തെ വിചാരങ്ങളൊന്നുമില്ല. ഏതെങ്കിലും ഒരുത്തിന് ഒരു വ്യവസായം തുടങ്ങിയാൽ കൊടികുത്തിയത് പൂട്ടിക്കുക അല്ലെ? പോയിന്റ്. നമ്മൾ വീണ്ടും ശ്രീനാരായണ ഗുരുവിലേക്ക് തിരിച്ചു വരുന്നു. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷം 1913. 1913 അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരും ചോദിച്ചാലോ? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. വർഷം 1913. ശ്രീനാരായണ ഗുരു അദ്വൈത ആശ്രമം. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി അദ്വൈത ആശ്രമത്തിന്റെ ആപ്തവാക്യം വളരെ ഇമ്പോർട്ടന്റ്. അദ്വൈത ആശ്രമത്തിന്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര എന്നാണ് അദ്വൈത ആശ്രമത്തിന്റെ ആപ്തവാക്യം. അദ്വൈത ആശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. വർഷം 1913. ഇത്രയും കാര്യങ്ങളെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാല് പെരിയാർ നദിയുടെ തീരത്താണ് അദ്വൈത ആശ്രമം സ്ഥാപിച്ചത്. അല്ലെങ്കിൽ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പെരിയാർ നദിയുടെ തീരത്താണ് അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പോയിന്റ് ആണ് ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് ജാതിയില്ലാ വിളംബരം നടത്തിയ വർഷം 1916. ഇങ്ങനെ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു ചോദ്യം വരുന്നതായിരിക്കാം. ശ്രീനാരായണ ഗുരു ജാതിയില്ലാ വിളംബരം നടത്തിയ വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1916. എവിടെ വെച്ചും ചോദിച്ചാല് ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു വിളംബരം നടത്തിയത്. നമുക്ക് ജാതിയില്ല വിളംബരം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ജാതിയില്ല വിളംബരം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പി എസ് സിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒന്നും സ്കിപ്പ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളൊരു മാർക്ക് അങ്ങ് പോകും. ഓക്കെ, ഇനി അദ്വൈത ആശ്രമവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, അദ്വൈത ആശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിന്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദര സമ്മേളനം നടന്ന വർഷം 1921 മെയ് 15. 1921 മെയ് 15 ശ്രീനാരായണ ഗുരുവിന്റെ അധ്യക്ഷതയിൽ ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് സമസ്ത കേരള സഹോദര സമ്മേളനം നടന്നത്. വളരെ ഇമ്പോർട്ടന്റ്. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്ന സമയത്ത്, ഇനി 1925 ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരു 1925 ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ച വർഷം 1925. 1925 ശിവഗിരിയിലാണ് ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് 1928 ജനുവരി 9. 1928 ജനുവരി 9 ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം മാറിപ്പോകരുത്. ഇനി SNDP ഒക്കെ പഠിക്കാനുള്ളതാണ്. SNDP രൂപീകരിക്കുന്നത് 1903. അത് ഡീറ്റെയിൽ ആയി നമുക്ക് പിന്നെ പഠിക്കാം. 1928 ജനുവരി 9 ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത്. ഓക്കെ, ഇനി മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. SCRT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുപാട് തവണ
എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ആലുവ സർവമത സമ്മേളനം. 1924 ആലുവ സർവമത സമ്മേളനം നടക്കുന്നത്. ആലുവ സർവമത സമ്മേളനം നടക്കുന്നത് 1924 ആലുവയിലാണ് സർവമത സമ്മേളനം നടക്കുന്നത്. ആലുവയിൽ സർവമത സമ്മേളനം നടക്കുന്ന സമയത്ത് അതിന്റെ ആപ്തവാക്യമാണ് വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ്. അറിയാനും അറിയിക്കാനും എന്നതാണ് ആലുവ സർവമത സമ്മേളനത്തിലെ ആപ്തവാക്യം. ആലുവ സർവമത സമ്മേളനം നടന്നത് 1924 ഓക്കെ. ഇനി 1924 ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് 1924 ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സന്ദേശം നൽകിയത് 1924 അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ് ഇങ്ങനൊരു സന്ദേശം നൽകുന്നത്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് എടുത്തെടുത്ത് ചോദിക്കുന്ന ഒരു കോട്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒന്നാണ് 1924 അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു സന്ദേശം ഗുരു നൽകുന്നത്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീലങ്കൻ പര്യടനം അല്ലെങ്കിൽ ശ്രീലങ്കൻ യാത്ര അല്ലെങ്കിൽ സിലോൺ യാത്ര. കാരണം എന്താ വെച്ചാൽ ശ്രീനാരായണ ഗുരു ഒരു വിദേശ രാജ്യം മാത്രമാണ് സന്ദർശിച്ചത്. അതാണ് ശ്രീലങ്ക. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. അതുകൊണ്ട് ശ്രീലങ്കൻ പര്യടനത്തിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശ്രീലങ്കൻ ദർശനം അല്ലെങ്കിൽ പര്യടനം നടന്ന വർഷം 1918. ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ശ്രീലങ്കയിലേക്ക് പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ട ഒന്നാണ്, ആദ്യ ശ്രീലങ്കൻ ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവിനെ അനുഗമിച്ച സന്യാസി അല്ലെങ്കിൽ സന്യാസി വര്യൻ ആരാന്ന് ചോദിച്ചാല് സ്വാമി സത്യവ്രതനാണ് ശ്രീനാരായണ ഗുരുവിനെ അനുഗമിച്ച ഒന്നാമത്തെ സിലോൺ പര്യടനത്തിന് ശ്രീനാരായണ ഗുരുവിനെ അനുഗമിച്ച സന്യാസി സ്വാമി സത്യവ്രതൻ. ഓക്കെ. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്, ഒന്നാം സിലോൺ പര്യടന സമയത്താണ് ശ്രീനാരായണ ഗുരു ആദ്യമായി കാവ്യ വസ്ത്രം ധരിച്ചത്. ശ്രീനാരായണ ഗുരു ആദ്യമായി കാവ്യ വസ്ത്രം ധരിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാല് ഒന്നാം സിലോൺ പര്യടന സമയത്താണ് ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് കാവ്യ വസ്ത്രം ധരിക്കുന്നത്. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ്, ശ്രീനാരായണ ഗുരു രണ്ടാമത്തെ ശ്രീലങ്കൻ പര്യടനം ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാമത്തെ ശ്രീലങ്കൻ പര്യടനം എപ്പോഴാന്ന് ചോദിച്ചാല് 1926 ശ്രീനാരായണ ഗുരു രണ്ടാമത്തെ ശ്രീലങ്കൻ പര്യടനം ഉണ്ടാകുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തൊരു പോയിന്റ് ആണ്, ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടന ഏതെന്ന് ചോദിച്ചാല് സിലോൺ വിജ്ഞാനോദയ യോഗം. അതാണ് ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടന. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, 2009 ശ്രീനാരായണ ഗുരുദേവനെ ആദരിച്ച് ശ്രീലങ്ക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. വർഷം 2009. ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ചുകൊണ്ട് ശ്രീലങ്ക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009. ഇനി മറ്റൊരു കാര്യമാണ്, അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഒരു വിദേശ രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയാണ്. ഒരു വിദേശ രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഇനി ശ്രീനാരായണ ഗുരു 1967 ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടി. 1967 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടി. 2006 ഇന്ത്യൻ നാണയത്തിൽ ഇടം നേടിയ ആളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട, 2006 നാണയത്തിൽ ഇടം നേടുന്നത്. 1967 തപാൽ സ്റ്റാമ്പിൽ ഇടം നേടുന്നത്.
ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇന്ത്യൻ സ്റ്റാമ്പിലും ഇന്ത്യൻ നാണയത്തിലും ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇടം നേടിയ ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. ഗുരുവിനോടുള്ള ആദര സൂചകമായിട്ടാണ് പിന്നെ നമ്മുടെ 2006 ഇന്ത്യൻ നാണയത്തില് ശ്രീനാരായണ ഗുരുവിന്റെ മുഖം പതിപ്പിച്ചത്. അത് ശ്രീനാരായണ ഗുരുവിന്റെ 150ാം ജന്മവാർഷികത്തിലാണ്. നിങ്ങൾ കണക്കൂട്ടി നോക്കിക്കേ. 1856 പ്ലസ് 150 എന്ന് പറയുന്ന സമയത്ത് എത്ര വരിക? 2006 ശ്രീനാരായണ ഗുരുവിന്റെ എന്താ പറയാ മുഖം നാണയത്തിൽ വന്നത്. അപ്പൊ 150ാം ജന്മവാർഷികത്തിലാണ് റിസർവ് ബാങ്ക് ശ്രീനാരായണ ഗുരുവിന്റെ മുഖം ആലേഖനം ചെയ്ത 5 രൂപ ഒന്ന് ഓർത്തിരിക്കുക, 5 രൂപ നാണയം പുറത്തിറക്കിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2006 സെപ്റ്റംബർ 7-നാണ് ശ്രീനാരായണ ഗുരുവിന്റെ മുഖം ആലേഖനം ചെയ്ത അല്ലെങ്കിൽ മുഖം പതിപ്പിച്ച 5 രൂപ നാണയം പുറത്തിറക്കിയത് റിസർവ് ബാങ്ക് ആണ്. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. ഇനി ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുയോഗം ഏത്? ചോദിക്കാറുണ്ട്, PSC ചോദിക്കാറുണ്ട്. 1927 നടന്ന SNDP യോഗമാണ്. 1927 SNDP യോഗമാണ്, മീറ്റിംഗ് ആണ്. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത യോഗം. അത് നടന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയത്താണ് നടന്നത്. ഇനി ശ്രീനാരായണ ഗുരു 1928 സെപ്റ്റംബർ 20ന് സമാധിയായി. സെപ്റ്റംബർ 20-നാണ് സമാധിയായത്. സമാധിയാകുന്ന സമയത്ത് 72 വയസ്സാണ്. 72 വയസ്സിലാണ് ശ്രീനാരായണ ഗുരു സമാധിയായത്. 1856 ഓഗസ്റ്റ് 20-ന് ജനിച്ചു. 1928 സെപ്റ്റംബർ 20-ന് സമാധിയായി. മരിക്കുന്ന സമയത്ത് 72 വയസ്സാണ്. ഓക്കെ, ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ ശിവഗിരിയിലാണ് സമാധിയായത്. അവസാന കാലഘട്ടത്തിൽ ധരിച്ച വസ്ത്രം ഏതാന്ന് ചോദിച്ചാൽ വെള്ള വസ്ത്രമാണ് ധരിച്ചത്. വെള്ള വസ്ത്രമാണ് അവസാന നാളുകളിൽ ധരിച്ചത്. ഓക്കെ, ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരിയാണ്. ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത്, ശിവഗിരിയുടെ ആദ്യകാല പേര് കുന്നിൻപുറമാണ്. അവസാന നാളുകളിലെ ഗുരു ധരിച്ച വസ്ത്രം ഏതാന്ന് ചോദിച്ചാൽ വെള്ള വസ്ത്രമാണ് അവസാന നാളുകളിൽ മരിക്കുന്ന സമയത്തൊക്കെ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്നത്. ഇനി ഗുരുവിന് ആദരം അർപ്പിച്ചുകൊണ്ട് ജനന മരണ ദിവസങ്ങൾ കേരള ഗവൺമെന്റ് പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചു. അതായത് നമുക്ക് ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജയന്തി, സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു സമാധി. ഈ 2 ദിവസങ്ങൾ കേരള സർക്കാർ പൊതു അവധിയാണ്. അത് ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദരമായിട്ടാണ് കേരള സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചത്. ഇനി ശ്രീനാരായണ ഗുരു ജയന്തി വിശേഷ ദിവസമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ കർണാടകയാണ്. ശ്രീനാരായണ ഗുരു ജയന്തി വിശേഷ ദിവസമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാല് അത് കർണാടകയാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആണ് ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നത് എവിടെ? ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാല് കരുനാഗപ്പള്ളിയിലെ കന്നേറ്റി കായലിലാണ്. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നത് കരുനാഗപ്പള്ളിയിലെ കന്നേറ്റി കായലിലാണ്. ശ്രീനാരായണ ഗുരു ജയന്തി ട്രോഫി വള്ളംകളി മത്സരം നടക്കുന്നത് വൈക്കം കടവിലാണ്. വൈക്കം കടവ് അല്ലെങ്കിൽ കുമരകം. വൈക്കം കടവ് അല്ലെങ്കിൽ കുമരകം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ പറഞ്ഞ ശിവഗിരിയുടെ ആദ്യ പേര് കുന്നിൻപുറത്ത് അല്ലെ? കുന്നിൻപുറം എന്നാണ് ആദ്യത്തെ പേര് എന്ന് പറഞ്ഞു അല്ലെ? നമ്മളിവിടെ പറഞ്ഞില്ലേ, തൊട്ട് മുമ്പിൽ പറഞ്ഞില്ലേ, കുന്നിൻപുറം എന്നാണ് ശിവഗിരിയുടെ ആദ്യത്തെ പേര്. ഇനി ശിവഗിരിയുമായി ബന്ധപ്പെട്ട ഓർത്തിരിക്കേണ്ട ഒന്നാണ് ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിച്ചവരാരാന്ന് ചോദിച്ചാല് വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, ടി കെ കിട്ടൻ
മൂലൂർ എസ് പത്മനാഭ പണിക്കർ. മൂലൂർ എസ് പത്മനാഭ പണിക്കർ ആണ്. ഇവർ 3 പേരും ചേർന്നാണ് ശിവഗിരി തീർത്ഥാടനം ആദ്യമായിട്ട് സംഘടിപ്പിച്ചത്. ഇനി ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ കവി ആരെന്ന് ചോദിച്ചാല് അത് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. മൂലൂർ എസ് പത്മനാഭ പണിക്കർ ആണ് എന്ത് ശ്രീനാരായണ ഗുരു തീർത്ഥാടനം സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ആദ്യ കവി കവി. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത്. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാല് ഇലവുംതിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. 1933 ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത്. ഇലവുംതിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇലവുംതിട്ട 1933 ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത്. ഇലവുംതിട്ട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആരംഭിച്ചത്. ഇലവുംതിട്ട പത്തനംതിട്ട ജില്ലയിലാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മലയാളിയായ ശശി തരൂറിനാണ്. ശശി തരൂറിനാണ് പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത്. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാല് നവി മുംബൈയിലാണ്. അത് മഹാരാഷ്ട്രയിലാണ്. നവി മുംബൈ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒന്നാണ് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിതമായ വർഷം എപ്പോഴാന്ന് ചോദിച്ചാല് 1952. 1952 കൊല്ലത്താണ് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിതമായത്. ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാല് ആർ ശങ്കറാണ് ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇനി 1999 ഡിസംബർ 31 ഗുരുവിനെ നൂറ്റാണ്ടിലെ മലയാളി എന്ന് വിശേഷിപ്പിച്ച മലയാള പത്രം ഏതാന്ന് ചോദിച്ചാല് അത് മലയാള മനോരമയാണ്. ശ്രീനാരായണ ഗുരുവിനെ 1999 ഡിസംബർ 31 മലയാള മനോരമ പത്രം എന്താ വിശേഷിപ്പിച്ചത്? മലയാള മനോരമ പത്രം വിശേഷിപ്പിച്ചത് എന്താണ്? നൂറ്റാണ്ടിലെ മലയാളി എന്ന് വിശേഷിപ്പിച്ചത് മലയാള മനോരമയാണ്. 1999 ഡിസംബർ 31 അങ്ങനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇനി ഗുരുവുമായി ബന്ധപ്പെട്ട മറ്റ് വിശേഷണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാല് നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു. 1999 ഡിസംബർ 31 ഗുരുവിനെ നൂറ്റാണ്ടിലെ മലയാളി എന്ന് വിശേഷിപ്പിച്ച പത്രം മലയാള മനോരമയാണ്. ഓക്കെ, ഇനി ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാല് ജി ശങ്കരക്കുറുപ്പാണ്. ഇമ്പോർട്ടന്റ് ആണ്. ജി ശങ്കരക്കുറുപ്പ്. ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ഗുരുവിനെ പെരിയ സ്വാമി എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപ്പു ആണ് ഗുരുവിനെ പെരിയ സ്വാമി എന്ന് വിശേഷിപ്പിച്ചത്. ഇനി അടുത്തതാണ് ഭൗതികമായ ഔന്നിത്യമുള്ള മഹാത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് രമണ മഹർഷിയാണ് ഭൗതികമായ ഔന്നിത്യമുള്ള മഹാത്മാവ് എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചത്. ഇനി നവോത്ഥാനത്തിന്റെ രാജശില്പി എന്ന് വിശേഷിപ്പിച്ചത് പി ഗോവിന്ദപിള്ളയാണ് നവോത്ഥാനത്തിന്റെ രാജശില്പി എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇനി മോദസ്ഥിതനായങ്ങു വാസിപ്പു മല പോലെ എന്ന് ഗുരുവിനെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാല് കുമാരനാശാനാണ്. മോദസ്ഥിതനായങ്ങു വാസിപ്പു മല പോലെ എന്ന് ഗുരുവിനെ കുറിച്ച് ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാല് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പാർട്ടില് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് ഇത്ര മാത്രമാണ്. ഇതുപോലെ തന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനുണ്ട്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പാർട്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആ കാര്യങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.